DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠനോപകരണങ്ങളുടെ വിലക്കയറ്റിൽ നിന്നും ആശ്വാസമേകുന്നതിനായി സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നു. ഈ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മെയ് 12 മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കുന്നതാണ്. ശബരി നോട്ട്ബുക്ക്, ITC നോട്ട്ബുക്ക്, സ്കൂൾ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ പഠനോപകരണങ്ങളും 17% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. ഗുണനിലവാരമുള്ള പഠനോപകരണങ്ങൾ മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മെയ് 12 മുതൽ ജൂൺ 30 വരെ തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പനശാലകളിൽ സ്കൂൾ മാർക്കറ്റുകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത അറിയിപ്പ്, അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നതോടെ ശക്തമായി തിരിച്ചടിച്ചു മുന്നേറുകയാണ് ഇന്ത്യ. വലിയ ഒരു യുദ്ധത്തിലേക്ക് പ്രശ്നം നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ലോകം. എന്നാൽ ഏത് സാഹചര്യം വന്നാലും അത് നേരിടാൻ ജനങ്ങളെ പ്രാപ്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം മോക്ക് ഡ്രില്ലുകൾ നടത്തിയിരുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആശുപത്രികളോട് തയ്യാറായിരിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം രാജ്യത്ത് ഉപയോഗത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സെൽഫ് ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം വീണ്ടും പരീക്ഷിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് അറിയിപ്പുകൾ നൽകുന്നതിനായി അവതരിപ്പിച്ച ഈ സംവിധാനം ഉപയോഗിച്ച് ഉച്ചത്തിലുള്ള ബീപ്പ് ശബ്ദത്തോടുകൂടിയുള്ള ഫ്ലാഷ് സന്ദേശം ഫോണുകളിൽ ലഭിക്കും. ഭൂകമ്പം, സുനാമി, പ്രളയം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം അവതരിപ്പിച്ചത്. 2023-ലും 2024-ലും രാജ്യത്തുടനീളം ഈ ഫീച്ചർ പരീക്ഷിച്ചിരുന്നു. സമാനമായി വീണ്ടും സർക്കാർ സെൽഫ് ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം പരീക്ഷിക്കും. ഇതൊരു പരീക്ഷണമാണെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള സന്ദേശമായിരിക്കും ഫോണിൽ ലഭിക്കുക. യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അടിയന്തര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനാവും ഈ സംവിധാനം ഉപയോഗിക്കുക. ഈ അലേർട്ട് ലഭിക്കുവാനായി ആൻഡ്രോയിഡ് ഫോണുകളിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സേഫ്റ്റി ആൻഡ് എമർജൻസി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വയർലെസ് എമർജൻസി അലേർട്ട് തിരഞ്ഞെടുക്കുക. ഇതിലെല്ലാ അലേർട്ട് ഓപ്ഷനുകളും ഓൺ ആക്കുക. ഐഫോണിലാണെങ്കിൽ സെറ്റിംഗ്സ് തുറന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഗവൺമെന്റ് അലേർട്ട്സ് എന്ന് കാണാം. ഇതിൽ ടെസ്റ്റ് അലേർട്ട് ടോഗിൾ ഓൺ ചെയ്യുക. അടുത്ത അറിയിപ്പ്, വാഹന ഇൻഷുറൻസ് എടുക്കാത്തവരെല്ലാം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായി നടപ്പാക്കുവാനുള്ള നടപടികൾ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടം കണ്ടെത്തുവാനുള്ള കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടി ഉണ്ടാകും. അതിനാൽ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ വരികയാണ്. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ള കാർഡുകാർ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും റേഷൻ കടകളിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന അളവിൽ കേന്ദ്രം മണ്ണെണ്ണ അനുവദിച്ചിട്ടും അത് ഏറ്റെടുക്കാനാകാതെ സംസ്ഥാന സർക്കാർ ഓയിൽ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർക്ക് അധികമായി നൽകേണ്ട തുക അനുവദിക്കുന്നതിൽ ധനവകുപ്പ് തീരുമാനമെടുക്കാത്തതാണ് കാരണം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 5676 കിലോലിറ്റർ മണ്ണെണ്ണയാണ് കേരളത്തിന് അനുവദിച്ചത്. ഇതോടെ 2 വർഷത്തിനു ശേഷം എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണ ലഭ്യമാകുന്ന അവസരമാണ് കൈവന്നത്. അടുത്ത മാസാവസാനത്തോടെ മണ്ണെണ്ണ ഏറ്റെടുത്തില്ലെങ്കിൽ ഇപ്പോൾ അനുവദിച്ച ത്രൈമാസ വിഹിതം നഷ്ടമാകുമെന്ന് മാത്രമല്ല, ഭാവിയിൽ മണ്ണെണ്ണ സംസ്ഥാനത്തിന് അനുവദിക്കുകയുമില്ല. നിലവിൽ അനുവദിച്ചു വരുന്ന കണക്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ ക്വാർട്ടറിലേക്ക് കേരളത്തിനുള്ള മണ്ണെണ്ണ അലോട്ട്മെന്റ് 780 കിലോലിറ്റർ മാത്രമാണ്. ഇപ്പോൾ അനുവദിച്ചത് 4896 കിലോലിറ്റർ കൂടുതൽ. റേഷൻ മണ്ണെണ്ണ വിഹിതം കുറഞ്ഞതോടെ വിതരണക്കാരെല്ലാം രംഗം വിട്ടിരുന്നു. ആദ്യത്തെ 40 കിലോമീറ്റർ ദൂരം മണ്ണെണ്ണയുമായി പോകാൻ കരാറുകാർക്ക് 325 രൂപയാണ് നൽകിയിരുന്നത്. അത് 500 രൂപയാക്കണമെന്നാണ് ആവശ്യം. കൂടാതെ സംഭരണ, വിൽപ്പന ലൈസൻസുകളും GST രജിസ്ട്രേഷനും പിഴ കൂടാതെ പുതുക്കി നൽകണമെന്നും ലീക്കേജ് അലവൻസ് പുനഃസ്ഥാപിക്കണമെന്നും മണ്ണെണ്ണ ഡീലർമാർ ആവശ്യപ്പെടുന്നു. കമ്മീഷൻ കൂടുതൽ വേണമെന്ന് റേഷൻ വ്യാപാരികളും ആവശ്യപ്പെടുന്നുണ്ട്. മണ്ണെണ്ണ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് 22-ന് മുൻപ് കേന്ദ്ര പെട്രോളിയം വകുപ്പിന് സംസ്ഥാന സർക്കാർ വിവരം നൽകണം. അധിക ചിലവിനായി പണം അനുവദിക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ മാസം ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും മണ്ണെണ്ണ ലഭിക്കുമോ ഇല്ലയോ എന്ന് 22-ന് മുൻപ് തീരുമാനമുണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.